എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇതുപോലെ തീയൊക്കെ കത്തിക്കുമ്പം നമുക്കിത് ഇതുപോലെ ഫുള്ളായി പുക പോകുന്നുണ്ടാവും. അപ്പോൾ അത് എങ്ങനെ ഇല്ലാതാക്കാമെന്ന് നോക്കാം. ഇതിലൊക്കെ നിറയെ പുകയാണ് പോകുന്നത്, കണ്ടില്ലേ? ഇത്രയും പുക പോകും. തീ കത്തിക്കുന്ന സമയത്ത് ഇതുപോലെയാണ് പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെയൊക്കെ പോകുന്നുണ്ടെങ്കിൽ അത് എങ്ങനെ ഇല്ലാണ്ടാക്കാമെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ അതിന് നമ്മളത് ഈ നടുക്കത്തെ ഈ കലം വെച്ച് അതൊന്ന് മാറ്റി വെക്കുക. ഇതൊക്കെ പുക പോകുന്നതാണ്, കണ്ടില്ലേ? അപ്പോൾ ഇതിൻ്റെ നടുക്കത്തത് ഇതൊന്ന് മാറ്റി വെച്ച് കൊടുക്കാം. ഇതിലൊക്കെ പുക പോവും. അപ്പോൾ അതിന് വേണ്ടി ഞാൻ എന്താണെന്ന് വെച്ചാൽ ഒരു കഷ്ണം പേപ്പർ എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നമുക്കിത് ഇതുപോലെ കത്തിച്ചിട്ട് ഇതിലേക്ക് വെച്ച് കൊടുക്കാം. ഇത് കുറച്ച് വലിയ കഷ്ണം പേപ്പറാണ്. അപ്പോൾ അത്രക്കൊന്നും എടുക്കണമെന്നൊന്നുമില്ല, ചെറിയ കഷ്ണം എടുത്താൽ മതി. അപ്പോൾ അത് നമ്മൾ എന്താ പറയുക, ഫുള്ളായി കത്തി തീരും വരെ നിൽക്കണം. അത് തീയോടെ അങ്ങ് ഇടാൻ പാടില്ല. അപ്പോൾ അതാ ഇതുപോലെ അങ്ങ് കത്തി തീർന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ചെറിയൊരു പൈപ്പ് എന്തെങ്കിലും മതി, ഇല്ല പൈപ്പ് തന്നെ വേണമെന്നില്ല. അതതിൻ്റെ ആ ഇടയിലോട്ട് ഇട്ടിട്ട് നമ്മൾക്കതൊന്ന് ഊതി കൊടുത്താൽ മതി. അതിൻ്റെ അകത്തേ കൂടി പോവും. അപ്പോൾ അതിലേക്കൂടെ തന്നെ ബാക്കിയുള്ള പുകയൊക്കെ പോയി കാണും. അപ്പോൾ പിന്നെ ഇതുപോലെ പുക പോലും വരുന്നില്ല, കണ്ടില്ലേ? ഇല്ലെങ്കിൽ ഇതിലൊക്കെ നിറയെ പുകയാണ്. ഇനിയിപ്പോൾ നമുക്ക് ഈ കല അടുപ്പത്തേക്ക് വെച്ച് കൊടുക്കാം. കണ്ടില്ലേ, തീ ഇവിടെ കത്തുന്നുണ്ട്. അത് ആദ്യം നമ്മൾ തീ കത്തിക്കുന്ന സമയത്ത് എങ്ങനെയായാലും പോവും. അത് നമ്മൾ കളഞ്ഞില്ലെങ്കിൽ ആ പുക അങ്ങനെ നിന്നുകൊണ്ടേയിരിക്കും, പോവില്ല. അപ്പോൾ ഇപ്പോൾ എല്ലാം ക്ലിയർ ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളും ഇതുപോലെ ചെയ്ത് നോക്കുക. അപ്പോൾ എന്താ പറയുക, നമ്മുടെ നാട്ടിൽ തന്നെ ഒരുപാട് പേര് ഇതുപോലെ പരാതി പറയുന്നുണ്ട്, ഇതിലിങ്ങനെ പുകയാണ് ഇപ്പുറത്തെ കൂടെ വരികയാണ്. അപ്പോൾ ഇതുപോലെ അങ്ങ് ചെയ്താൽ മതി. അപ്പോൾ എന്താ വെച്ചാൽ നിങ്ങളും ഇതുപോലെ ചെയ്ത് നോക്കുക. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ബൈ.